بسم الله الرحمن الرحيم. قال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم أو أن يظهر في الأرض الفساد وقال موسى إني عذت بربي وربكم من كل متكبر لا يؤمن بيوم الحساب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1630 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40 അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 26-27 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ഫിർഔനു ദറൂനി അഖ്തുൽ മൂസ വൽയദ്ഉ റബ്ബഹു ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ് وقال موسى إني عذت بربي وربكم من كل متكبر لا يؤمن بيوم الحساب. صدق الله العلي العظيم. സൂറത്തു ഗാഫിറിലെ 26-27 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 23-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു മൂസ അലൈഹിസ്സലാമിനെ ഫിറൗന്റെയും ഹാമാന്റെയും ഹാറൂന്റെയും അടുക്കലേക്ക് ദൈവിക ദൗത്യവുമായി പറഞ്ഞയച്ച സംഭവമാണ് വിവരിക്കുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന ആളുകൾ, വിശേഷിച്ച് അവിടെയുള്ള മുശ്രിക്കുകളും കുഫാറുകളുമായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ എന്ന നിലക്ക് അവർ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശത്തോട് വളരെ ശക്തമായ എതിർപ്പ് കാണിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ, അദ്ദേഹത്തെ കൊന്നുകളയാനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ ദൈവിക സൂക്തങ്ങളെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഘട്ടത്തില് സമാനമായ നിലപാട് സ്വീകരിച്ച ചരിത്രത്തിലെ ചില കൂട്ടരുടെ, ചില സമൂഹങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ അനുഭവങ്ങൾ എന്തായിരുന്നു എന്നത് അള്ളാഹു അവരെ കേൾപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയുണ്ടായില്ലേ, എന്നിട്ട് നിങ്ങളുടെ മുമ്പ് കാലങ്ങളിൽ നിങ്ങളെക്കാളും കരുത്തും ശക്തിയും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ നിഷേധികളും അക്രമികളും ഒക്കെയായി ഭൂമുഖത്ത് ജീവിച്ചിട്ട് അവര് എന്ത് ആക്ഷേപത്താണ് ഏറ്റുവാങ്ങുകയുണ്ടായത് എന്ന കാര്യം നിരീക്ഷിച്ച് മനസ്സിലാക്കിയില്ലേ എന്നാണ് അള്ളാഹു ഈ വിവരണങ്ങളുടെ തുടക്കത്തിലായിട്ട് ചോദിക്കുകയുണ്ടായത്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന 2 രീതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒന്ന്, ഭൂതലത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു സാധ്യതയാണ്. മറ്റൊന്ന്, പിന്നിട്ട കാലങ്ങളിലെ മനുഷ്യന്റെ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചരിത്ര സ്രോതസ്സുകളെ വായിക്കുകയും ഉൾക്കൊള്ളുകയും അത്തരം സ്രോതസ്സുകളിലൂടെ കടന്നു പോവുകയും ചെയ്യുക എന്നതാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഇത് രണ്ടും പ്രയോജനകരമാണ് എന്നതാണ് വസ്തുത.
അള്ളാഹുവിടെ ഈ സമൂഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയുണ്ടായില്ലേ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ധിക്കാരികളായ സമൂഹങ്ങൾ എന്ത് ആക്ഷേപത്താണ് ഏറ്റുവാങ്ങിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തില് നിങ്ങൾ അവരുടെ ആസാറുകളൊന്നും വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ഒന്നും ചെയ്യുകയുണ്ടായില്ലേ എന്നതാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യം. എന്നിട്ട് ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു സമൂഹത്തിന്റെ സംഭവമാണ് അല്ലെങ്കിൽ ചരിത്ര സന്ദർഭങ്ങളാണ് തുടർന്ന് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിനെ ഫിറൗന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും അടുക്കലേക്ക് ദൗത്യ നിർവഹണത്തിനായി പറഞ്ഞയച്ച കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ വിവരണം തുടങ്ങുന്നത്. അതിന്റെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സൂറത്തുകളിലായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആ സംഭവങ്ങളിലെ വളരെ ശ്രദ്ധേയമായ ഒരു എപ്പിസോഡാണ് ഈ സൂറത്തിൽ ഇവിടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അള്ളാഹു പ്രതിപാദിക്കുന്നത്. ഒരുപക്ഷെ ബൈബിളിലും അതിന്റെ ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും തൽമൂദിലും ഒന്നും പരാമർശമില്ലാത്ത, അതുപോലെ യഹൂദർക്കും ക്രൈസ്തവർക്കും വേണ്ട വിധത്തില് പുതിയ തലമുറയിലുള്ള യഹൂദർക്കും ക്രൈസ്തവർക്കൊന്നും വേണ്ട വിധത്തിൽ അറിയാത്ത, അവര് മൂടിയിട്ട ഒരു ചരിത്ര ഭാഗം ഫിറൗന്റെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്ന നിലക്കാണ് ഒരു പ്രത്യേക സംഭവം അള്ളാഹുവിടെ വിവരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന 2 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ആ ആയത്തുകളൊന്ന് കേട്ടു നോക്കുക. വഖാല ഫിറൗനും, ഫിറൗൻ പറയുകയുണ്ടായി. ഫിറൗൻ തന്റെ രാജസദസ്സിനോട് പറഞ്ഞതായിട്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക. ആ വിവരണത്തിന്റെ ശൈലിയിൽ നിന്നും സന്ദർഭത്തിൽ നിന്നുമൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാം ദൗത്യം നിർവഹിക്കുന്ന വിധത്തില് അവർക്കിടയിൽ ഫിറൗനെയും ഹാമാനെയും ഖാറൂനെയും ഒക്കെ കേൾപ്പിക്കുന്ന വിധത്തില് ദൈവിക സന്ദേശം അവരുടെ മുന്നിൽ തുറന്നു വെച്ച, അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ച ആ ഘട്ടത്തില് വളരെ ശത്രുതാപരമായ വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിനെ മാത്രമല്ല അദ്ദേഹത്തെ പിൻപറ്റുന്ന സകലരുടെയും ആൺമക്കളെ കൊന്നൊടുക്കുകയും പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്യുക എന്നൊക്കെയുള്ള വളരെ ക്രൂരവും നിഷ്ഠൂരവുമായ നടപടികളിലേക്ക് പോകുന്ന വിധത്തിലാണ് അവര് സംസാരിക്കുകയുണ്ടായത്. അതിന്റെ തുടർച്ചയെന്ന നിലയ്ക്ക് ഒരിക്കൽ രാജസദസ്സില് ഫിറൗൻ തന്റെ കൂടിയാലോചനാ സമിതിയിലെ ആളുകളോടോ അല്ലെങ്കിൽ തന്റെ പ്രധാനികളായി തന്നോടൊപ്പമുള്ള ആളുകളോടോ ആയിട്ട് പറഞ്ഞു. ആ കാര്യമാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വഖാല ഫിറൗനും, ഫിറൗൻ പറഞ്ഞു, ദറൂനി, എന്നെ വിടുക, എന്നെ വിടുക, എന്നെ പിടിച്ചു വെക്കരുത്, പിടിച്ചു നിർത്തരുത്. അഖ്തുൽ മൂസ, ഞാൻ മൂസായെ കൊന്നുകളയാം. മൂസായുടെ കഥ ഞാൻ അങ്ങ് കഴിക്കാം. നിങ്ങളാരും എന്നെ പിടിച്ചു വെക്കരുത്, എന്നെ വിടുക, എന്നെ വിട്ടേക്കുക. ഞാൻ മൂസായുടെ കഥ കഴിച്ച് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നാണ് ഫിറൗൻ തന്റെ പ്രഭൃതികളോട്, തന്റെ സഹകാരികളോട് അല്ലെങ്കിൽ രാജസദസ്സിനോടൊക്കെ ആയിട്ട് പറയുന്നത്. ദറൂനി അഖ്തുൽ മൂസ, എന്നെ വിടൂ, ഞാൻ മൂസായെ കൊന്നുകളയട്ടെ. വല്യദു റബ്ബഹു, മൂസ വേണമെങ്കിൽ അവന്റെ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിച്ചോട്ടെ. വലിയ പരിഹാസവും കടുത്ത ധിക്കാരവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംസാരമാണ് ഫിറൗൻ ഈ സന്ദർഭത്തിൽ നടത്തുന്നത്. അതൊരു പക്ഷേ മൂസ അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യത്തിലാവാം, അതല്ലെങ്കിൽ രാജസദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന സന്ദർഭത്തില് തന്റെ കൂടെ നിലകൊള്ളുന്ന ആളുകളോടായിട്ട് പറഞ്ഞതുമാവാം.
മൂസ അലൈഹി ഇസ്ലാം ആ പരിസരത്ത് തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഫിറോൻ പറയുന്നത്, നിങ്ങൾ ആരും എന്നെ തടയരുത്, എന്നെ പിടിച്ചു വെക്കരുത്, ഞാൻ മൂസായെ കൊന്നുകളയട്ടെ. മൂസ വേണമെങ്കിൽ അവന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചോട്ടെ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, കടുത്ത ധിക്കാരപരമായ ശത്രുതാപരമായ ഒരു നടപടിയിലേക്ക് ഫിറോൻ പോകാൻ മുതിർന്നു. രണ്ടാമത്തത്, ആ പ്രക്രിയയിലൂടെ മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹം മുന്നോട്ട് വെച്ച ദൈവിക ജീവിത ദർശനത്തെയും വളരെ കടുത്ത ഭാഷയിൽ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. വല്യദോ റബ്ബഹു എന്ന് പറഞ്ഞാൽ അതടങ്ങിയിരിക്കുകയാണ്. അവൻ അവന്റെ റബ്ബിനോട്, നാഥനോട് വേണമെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. 100% ഉറപ്പാണ് പറയുന്ന ആൾക്ക്. മൂസ അലൈഹി ഇസ്ലാം അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഫിറോവിന്റെ വാൾത്തലപ്പിൽ നിന്ന് മൂസ അലൈഹി ഇസ്ലാം രക്ഷപ്പെടുകയില്ല എന്നത് 100% ഉറപ്പിച്ചുകൊണ്ടാണ് ആ സംസാരം. പല കാരണങ്ങളാലും അത് കടുത്ത ധിക്കാരത്തിന്റെ പ്രകടനമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഒന്ന്, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി അത് നടപ്പിലാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ നടപ്പിലാക്കുക സുനിശ്ചിതമാണ്, അത് 100% ഉറപ്പുള്ള കാര്യമാണ് എന്ന് ഒരു മനുഷ്യനും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. രാജാവായാലും പ്രജയായാലും സാധാരണ മനുഷ്യനായാലും നേതാവായാലും അതങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തത്, അവൻ അവന്റെ റബ്ബിനെ വിളിക്കട്ടെ എന്ന് പറയുന്നതില് അങ്ങനെ റബ്ബിനെ വിളിച്ചത് കൊണ്ടൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന ഒരു സൂചനയാണ് അയാൾ നൽകുന്നത്. അതിനെ പരിഹസിക്കുക കൂടിയാണ്. ഉണ്ടാവുകയില്ല എന്നത് പറയുകയാണെങ്കിൽ പോലും അതില് ഒരല്പം മാന്യതയുണ്ട്. സ്വന്തം കയ്യിൽ ഊരിപ്പിടിച്ച വാൾത്തലപ്പിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നത് നമുക്കൊന്ന് കാണാലോ. അവൻ അവന്റെ റബ്ബിനെ വിളിക്കട്ടെ എന്ന വിധത്തിൽ പറയുമ്പോ അതില് വളരെ കടുത്ത പരിഹാസമുണ്ട്, നിന്ദിക്കലുണ്ട്, അതുപോലെ പുച്ഛിച്ചു തള്ളലുണ്ട്. അതൊരിക്കലും ഫലപ്രദമാകാൻ പോകുന്നില്ല എന്ന ഒരു വെല്ലുവിളിയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആ വിധത്തിലാണ് ഫിറഔൻ ആ സന്ദർഭത്തില് ആ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. വഖാല ഫിറഔനു ദറൂനി യഖ്തുൽ മൂസ വല്യദു റബ്ബഹു. ഫിറഔൻ പറഞ്ഞു, എന്നെ വിടൂ, ഞാൻ മൂസായെ വകവരുത്തി കളയട്ടെ, അവൻ വേണമെങ്കിൽ അവന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. എന്നിട്ട് തുടർന്ന് ഫിറഔൻ പറയുന്ന കാര്യം, ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും, ഞാൻ ഭയപ്പെടുന്നത് അവൻ നിങ്ങളുടെ ഈ സംവിധാനങ്ങളെ തകിടം മറിക്കുമെന്നാണ്, നിങ്ങളുടെ ദീനിനെ തകിടം മറിക്കുമെന്നാണ്, അതിനെ അവൻ മാറ്റിമറിച്ചു കളയും. മൂസ ഉയർത്തുന്ന വെല്ലുവിളി ചെറിയ വെല്ലുവിളിയല്ല. വലിയ അപകടമുണ്ടാക്കുന്ന, നാട്ടിൽ വലിയ അരാജകത്വം ഉണ്ടാക്കുന്ന, നാട്ടിലെ വ്യവസ്ഥിതിയെ പാടെ തകിടം മറിച്ച് കളയുന്ന വിധത്തിലുള്ള ഒരു സംഗതിയാണ് എന്ന കാര്യമാണ് ഫിറഔൻ ഇവിടെ പറയുന്നത്. പക്ഷെ സകല സാമ്രാട്ടുകളെയും പോലെ, സകല അധികാരസ്ഥന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും പോലെ ഫിറഔൻ ഇവിടെ സംസാരിക്കുന്നത് ഇത് തനിക്ക് വെല്ലുവിളിയാണ് എന്ന നിലക്കല്ല, അല്ലെങ്കിൽ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന നിലക്കല്ല, മറിച്ച് ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും, നിങ്ങളുടെ ദീനിനെ അവൻ മാറ്റിമറിച്ച് കളയും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതുകൊണ്ടുള്ള ഛേദം, അതുകൊണ്ട് നഷ്ടവും പ്രയാസവും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് ആർക്കാണ് എന്നാണ് ഫിറഔൻ പറയുന്നത്? നിങ്ങൾക്കാണ്. എന്നെ ബാധിക്കുന്നത് ഞാനങ്ങ് സഹിച്ചു, അല്ലെങ്കിൽ അത് അത്ര വലിയ ഗൗരവമായിട്ട് കാണേണ്ടതില്ല. പക്ഷെ ഞാനിവിടെ അധിപനായി നിലകൊള്ളുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിത വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് ഇല്ലാതായി കഴിഞ്ഞാൽ, ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ തകിടം മറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താകും എന്നതാണ് എൻ്റെ ആശങ്ക.
നിങ്ങളിപ്പോ സുരക്ഷിതരായി കഴിയുന്നത് എന്റെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ സംവിധാനം, എന്റെ ആഭ്യന്തര വകുപ്പിന്റെ കൃത്യനിർവഹണത്തിലുള്ള പ്രതിബദ്ധത ഒക്കെ കാരണമായിട്ടാണ്. നിങ്ങളുടെ സുരക്ഷിതത്വം അതിനെയൊക്കെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ഇവിടെ ദീനക്കും എന്ന് പറയുന്നത് ഒരുപക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കേവലമായ അനുഷ്ഠാനങ്ങളുടെ മതത്തെ അല്ല, ആത്മീയതയുടെ ഒരു തലത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മതദർശനത്തെ അല്ല മൂസ അലൈഹിസ്സലാം തകിടം മറിച്ചു കളയും എന്ന വിധത്തിൽ ഫിറോൻ ആശങ്കപ്പെടുന്നത് എന്നതാണ് നമുക്ക് ഈ വിവരണം തുടർന്നുള്ള കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കും. മറിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ആത്മീയ ആധ്യാത്മിക സംവിധാനമുണ്ട്. അത് ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫിറഔൻ നിങ്ങളുടെ മേൽ ഭരണം കൈയാളുന്നു എന്നതാണ്. ഫിറഔനെ അധികാരിയാക്കിയിട്ടുള്ളത് നിങ്ങൾ വിശ്വാസം ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഫിറഔൻ ഭരണം കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ കാണപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവരെ ബോധ്യപ്പെടുത്തുന്നവനായിട്ട് അവരുടെ മുന്നിലുള്ളത് ഫിറഔനാണ്. അപ്പോ ഫിറഔൻ പ്രതിനിധാനം ചെയ്യുന്ന, വിശുദ്ധ ഖുർആൻ ആ നിലക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ധാരാളം ക്ലൂസ് തരുന്നുണ്ട്. നിങ്ങളുടെ ആലിഹത്തിന് എന്ന്, ഫിറഔന്റെ ആലിഹത്തിന് എന്ന് തന്നെ അവിടുത്തെ ജനങ്ങൾ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ആലിഹത്തിനെ തകിടം മറിക്കുന്ന അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ മൂസായെ അങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് ഫിറൗന്റെ അനുയായികളായ നാട്ടുകാര് ഫിറൗനോട് ചോദിക്കുന്ന ഒരു രംഗം ഖുർആൻ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഫിറൗൻ അല്ല അവിടുത്തെ ദൈവം. ഫിറൗനെ അധികാരിയാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ആരുടെ പിൻബലത്തിലാണ് ഫിറൗൻ അവിടുത്തെ സമഗ്രാധിപതിയായി നിലകൊള്ളുന്നത്, ആ ദൈവത്തിന്റെ പേരിലാണ് ഫിറൗൻ അവിടെ അധികാരം കൈയാളുന്നത്. ആ ദൈവത്തിനെ കൈയൊഴിയുന്ന വിധത്തില്, ജനങ്ങൾ കൈയൊഴിയാൻ കാരണമാകുന്ന വിധത്തിൽ മൂസായെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഫിറൗൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്, മൂസ ഇവിടെ വലിയ ഫസാദ് ഉണ്ടാക്കുകയാണ്, വലിയ കുഴപ്പവും അരാജകത്വവും ഉണ്ടാക്കുകയാണ്. ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും, നിങ്ങളുടെ ഈ വ്യവസ്ഥയെ, നിങ്ങളുടെ ഈ മതത്തെ, നിങ്ങളുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനത്തെ, നിങ്ങളുടെ ഈ ഇതൊക്കെ പരസ്പരം ബന്ധമുള്ളതാണ്. ഫിറഔൻ എന്നത് അവർ ആരാധിച്ചിരുന്ന ദൈവമല്ല, മറിച്ച് ഏതൊരു ദൈവത്തെയാണോ അവർ ഉൾക്കൊണ്ടിരുന്നത് ആ ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഫിറഔൻ അവരുടെ മേൽ അധികാരിയായിട്ട് വാണുകൊണ്ടിരുന്നത് എന്നതാണ് ഫിറഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആൻ നടത്തുന്ന പരാമർശങ്ങളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന റബ്ബുക്കുമുൽ അഅല എന്നൊക്കെ ഫിറഔൻ പറയുന്നുണ്ട്. അത് സ്വയം റബ്ബാണ്, ദൈവമാണ് എന്നുള്ള നിലക്കല്ല. അവരുടെ മുന്നിൽ ഇപ്പോ കാണാനുള്ള ദൈവം അവരുടെ ദൈവത്തിന്റെ പ്രതിനിധിയായി അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫിറൗനാണ് എന്നുള്ള നിലക്കാണ് എന്നത് മനസ്സിലാക്കാം. കാരണം ഫിറൗനോടാണ് നാട്ടുകാർ ചോദിക്കുന്നത്, നിന്റെ ഇലാഹിനെ ജനങ്ങൾ കൈയൊഴിയുന്ന വിധത്തിൽ പ്രേരിതരാകുന്ന ആ വിധത്തിൽ അവരെ മാറ്റുന്ന നടപടികൾ ചെയ്യാൻ മൂസായെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നാണല്ലോ അവർ ചോദിക്കുകയുണ്ടായത്. അപ്പോ ഇവിടെ പറയുന്ന ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും, നിങ്ങളുടെ ദീനിനെ മൂസ തകിടം മറിച്ച് കളയും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളുടെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തൊരു സമയം ഈ ആയത്ത് മനസ്സിലാക്കാൻ ഒരുപാട് എളുപ്പമുള്ള ചില പ്രസ്താവനകളൊക്കെ കേൾക്കാനിടയുണ്ട്. സംഘടന നിർബന്ധിക്കുകയാണെങ്കിൽ, പാർട്ടി നിർബന്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങള്
ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാം എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരെ കേൾക്കാൻ കഴിയും. ജനങ്ങള് ആരെയും നിർബന്ധിക്കാറൊന്നുമില്ല, സംഘടനയും നിർബന്ധിക്കാറില്ല. അവിടെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ആളുകൾ. എല്ലാ സംഘടനകളുടെയും അവസ്ഥ അതൊക്കെയാണ്. എന്നെ പാർട്ടി നിർബന്ധിച്ചിട്ടാണ്, ജനങ്ങള് നിർബന്ധിച്ചിട്ടാണ് എന്നൊക്കെ അവര് പറയുന്നത്, അത് അവരുടെ ഒരു കാപ്പട്യത്തിന്റെ മുഖം മാത്രമായിട്ടേ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫിറോവിന്റെ ഭാഷയും അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ വ്യവസ്ഥയെ, നിങ്ങളുടെ സംവിധാനത്തെ മൂസ തകിടം മറിച്ച് കളയും, അതിനെ മാറ്റിമറിച്ച് കളയും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഫിറോവിനെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ക്രമം ഉണ്ടല്ലോ. ആ ക്രമം ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. അത് ഫിറോവിന്റെ താല്പര്യമൊന്നുമല്ല. ഫിറോവിന് അവിടെ ഇരുന്ന് കൊടുക്കുന്നത് ജനങ്ങൾ സുരക്ഷിതമായിട്ട് കഴിയട്ടെ എന്ന ഒരു സഹാനുഭൂതി കൊണ്ടാണ്, അല്ലെങ്കിൽ ഗുണകാംക്ഷ കൊണ്ടാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സംസാരിക്കുക. എന്നാൽ ഈ ജനങ്ങള് യഥാർത്ഥത്തിൽ ഈ അധികാരസ്ഥന്റെ വരിഞ്ഞു മുറുക്കലില് ഞെരിഞ്ഞമർന്നുകൊണ്ട് കഴിയുന്ന അവസ്ഥയാണുള്ളത്. അവർക്ക് മറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് അവരുടെ മേൽ പാരതന്ത്ര്യത്തിന്റെ, അടിമത്തത്തിന്റെ മുഖം അമർന്നിരിക്കുന്നത് എന്നതാണ് വസ്തുത. എന്നിട്ട് അവരോട് പറയുന്നത്, നിങ്ങളിപ്പോ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാനും എന്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതെങ്ങാനും തകിടം മറിഞ്ഞു പോയാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഫിറോവിന്റെ ചാട്ടവാർ അടികള് ഏൽക്കാനും, അതുപോലെ ആൺമക്കളെ കൊന്നൊടുക്കുന്ന അവസ്ഥയും പെൺമക്കളെ അപമാനിതരാക്കി വിടുന്ന അവസ്ഥയും ഒക്കെ ഫിറോൻ അവർക്ക് നൽകുന്ന വലിയ ഔദാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. ഇതാണ് വസ്തുത. അപ്പോ ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും, നിങ്ങളുടെ ദീനിനെ മൂസ തകിടം മറിച്ച് കളയും, അതിന് ബദലായിട്ട് പലതും കൊണ്ടുവരാൻ ഇടയുണ്ട്, അപ്പൊ ഇതിനെ ഇല്ലായ്മ ചെയ്യും എന്നൊക്കെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്, അതല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ, കുഴപ്പം പ്രകടമാവാൻ അവൻ കാരണമാകും. ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്, നാട്ടിൽ ഫസാദ് പ്രകടമാവാൻ അവൻ അവസരം ഉണ്ടാക്കും, നാട്ടില് അരാജകത്വം ഉണ്ടാക്കും എന്നതായിരിക്കണം ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ രാജകത്വം ഉള്ള അവസ്ഥ വലിയ സുഖമുള്ളതാണോ എന്നത് ആലോചിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുന്നില്ല. ഏകദേശം നമ്മുടെ രാജ്യത്തെ ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രമുഖരായ 2-3 പേരുണ്ടല്ലോ, ഇവരാണ് ഈ കാര്യം പറയുന്നതെങ്കിലും ഒന്ന് കേട്ടു നോക്കൂ. നിരന്തരം ഇവിടെ പല വിഭാഗം ജനങ്ങളും അരക്ഷിതാവസ്ഥയുടെ പല തലങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. പലരും തെരുവില് തല്ലിക്കൊല്ലപ്പെടുന്ന അവസ്ഥ, പലരുടെയും സ്വത്വപരമായ അസ്തിത്വം തന്നെ തകർത്ത് എറിഞ്ഞിട്ടുള്ള അവസ്ഥ, പലരുടെയും വീടുകളും സ്ഥാപനങ്ങളും ഭവനങ്ങളും ഒക്കെ തന്നെ ബുൾഡോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉള്ള പല ചിത്രങ്ങളും, പലരും വർഷങ്ങളായിട്ട് കാരാഗ്രഹത്തില് അകാരണമായി തന്നെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ സൃഷ്ടിച്ച ഭരണാധികാരികൾ പറയുകയാണ്, ഞങ്ങൾ ഇവിടുന്ന് തകിടം മറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകളെ ചിന്തിക്കാൻ പോലും കഴിയാത്ത മഠയന്മാരാക്കി മാറ്റിയിട്ടുണ്ട് അവരെ ആ ഭരണ സംവിധാനത്തിലൂടെ ആ ഘട്ടത്തില് എന്നാണ് അതിന്റെ സൂചന. സ്വന്തം അടിമത്വത്തിന്റെ, സ്വയം അനുഭവിക്കേണ്ടി വരുന്ന പീഡാവസ്ഥയുടെ കടുപ്പവും അതിന്റെ നിസ്സഹായതയും ഒന്നും മനസ്സിലാക്കാൻ പോലും അവർക്ക് ആരെങ്കിലുമൊക്കെ വന്ന് അവരെ തട്ടി ഉണർത്തേണ്ടി വരും. ആ അവസ്ഥയിലാണുള്ളത്. അങ്ങനെയാണ് മനുഷ്യൻ ഏത് അവസ്ഥയിലേക്കും കണ്ടീഷൻഡ് ആവും. അച്ഛനും മുത്തച്ഛനും ഒക്കെ അടിമകളായി ജീവിച്ചിരുന്ന ഒരാളുടെ മകൻ അടിമയാവുക എന്നത് വലിയ കംഫർട്ടായിട്ട് കാണുന്നുണ്ടാവും. അത് വലിയ ക്ഷേമകരമായ സുരക്ഷിതമായ ഒരു സംഗതിയാണ്. എനിക്കൊരു
ഒരു ഇമ്രാൻ ഉണ്ടല്ലോ എന്നത്. എനിക്ക് ഒരു തമ്പുരാനുണ്ട്, എനിക്ക് ഭക്ഷണം ഉറപ്പുവരുത്തുന്ന, എനിക്ക് നഗ്നത മുഴുവനായിട്ടും അറിയില്ലെങ്കിലും ഒന്ന് ചുറ്റിക്കെട്ടാനുള്ള ഒരു തുണിക്കഷ്ണം തരുന്ന, കിടന്നുറങ്ങാൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു ഇടം തരുന്ന ഒരു തമ്പുരാനുണ്ടല്ലോ എന്നത് വലിയ ഒരു സുരക്ഷിതത്വമായിട്ട് കരുതുന്ന ഒരവസ്ഥയൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി തലമുറകളായി അടിമത്വം പേറുമ്പോൾ ഉണ്ടായി വരും. മറിച്ചൊന്ന് ആലോചിക്കുന്നത് പോലും അവന് സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം വലിയ വിപ്ലവകാരിയായിട്ട് രംഗത്ത് വന്നിട്ട് ഇവിടെ നാട്ടിലെ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിവിടെ വലിയ നിയമരാഹിത്യം ഉണ്ടാക്കും, ലോ ആൻഡ് ഓർഡർ തകരും, ഇവിടെ വലിയ അരാജകത്വം ഉണ്ടാകും എന്നൊക്കെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായാൽ നിങ്ങളെ കാര്യം എന്തായിരിക്കും എന്നാണ് ഫിറഔൻ ഈ ജനങ്ങളോടായിട്ട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും, നിങ്ങൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ഒക്കെ നൽകിയിരുന്ന നിങ്ങളുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ മത ആധ്യാത്മിക വ്യവസ്ഥയുണ്ടല്ലോ, അതിനെ മൂസ തകിടം മറിച്ച് കളഞ്ഞാൽ പിന്നെ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും എന്നത് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന വിധത്തിലാണ് ഫിറഔന്റെ സംസാരം. ഔ അൻ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്, അതല്ലെങ്കിൽ അവൻ ഭൂമിയിൽ നാട്ടില് വലിയ ഫസാദ് ഇളക്കി വിടാൻ സാധ്യതയുണ്ട്. ഇതാണ് രണ്ട് കാര്യങ്ങൾ ഫിറഔൻ തന്റെ ഭയപ്പാടായിട്ട് പറയുന്നത്. നിങ്ങളുടെ ദീനിനെ തകിടം മറിച്ച് കളയും, അല്ലെങ്കിൽ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കും. അപ്പൊ എന്താണ് ഈ ഫസാദ് എന്നത് ആലോചിക്കാവുന്നതാണ്. ഒരു നിയമവ്യവസ്ഥ ഒരു രാജ്യത്ത് വളരെ അക്രമപരമായ ഒരു ഭരണം നടക്കുന്നിടത്താണെങ്കിൽ പോലും ഒരു പോലീസും പട്ടാളവും നിയമവും കോടതിയും ഒക്കെ ഉണ്ട് എന്ന് വെക്കുക. ഭരണം നടത്തുന്നവർ അതിനെ വലിയ ക്രമസമാധാനം എന്നാണ് പറയുക. എന്നാൽ ആ അക്രമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ അതിനെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണി ഉയർത്തി അത് വലിയ അക്രമവും അരാജകത്വവും കുഴപ്പവും ഒക്കെ ഉണ്ടാക്കി എന്നൊക്കെയുള്ള നിലക്കാണ് ഭരണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുക. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യമാണ് ആ അക്രമവാഴ്ച നിലനിന്നു പോകുക എന്നുള്ളത്. അതിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ആരെങ്കിലും രംഗത്ത് വന്നാലോ അതാണ് അരാജകത്വം, അതാണ് ഫസാദ്, അതാണ് കുഴപ്പം, അതാണ് നിയമരാഹിത്യം എന്നൊക്കെ ഉള്ള നിലക്കാണ് അവരതിനെ സൂചിപ്പിക്കുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് സംഗതിയും ഏത് സാമൂഹ്യ വ്യവസ്ഥയും പുനഃസൃഷ്ടിക്കണമെങ്കിൽ ആദ്യം ഉള്ള വ്യവസ്ഥയെ ഒന്ന് തച്ചുടക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദൗത്യം നിർവഹിച്ചപ്പോൾ ഉണ്ടായത്, അദ്ദേഹം മദീനയിൽ ഒരു രാഷ്ട്ര സംവിധാനം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ആ ഘട്ടം ഉണ്ടായത് യഥാർത്ഥത്തില് അവിടെയുള്ള സംവിധാനത്തെ വെല്ലുവിളിക്കുകയോ തച്ചിടക്കുകയോ ഒക്കെ ഏതോ ഒരു അർത്ഥത്തിൽ നടന്നതിനെ തുടർന്നാണ്. ഒരു സംഗതിയും ഉള്ള ഒരു സംവിധാനത്തിനെ പൊളിച്ചെഴുതിയിട്ടല്ലാതെ പുതുതായി ഒന്ന് നിർമ്മിക്കുക സാധ്യമല്ല. ഒരു സംവിധാനത്തെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഉള്ളതിനെ ഒന്ന് ഡിസ്ട്രക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഉള്ളതിനെ ഒന്ന് ഒരു പുനരാസൂത്രണം ചെയ്തുകൊണ്ട് അതിന്റെ ക്രമം ഒന്ന് മാറ്റിമറിക്കേണ്ടി വരും. അതിന്റെ സുഖലോലുപതയില് അതിന്റെ സുഖാനന്ദത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ അതിനെ നിയമവാഴ്ചയെ തകർക്കുക എന്നോ അല്ലെങ്കിൽ നാട്ടില് കുഴപ്പമുണ്ടാക്കുക എന്നോ ഒക്കെ ആയിരിക്കും പറയേണ്ടാവുക. പക്ഷെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ അധികാര സംവിധാനത്തിന്റെ ദുരിതം പേറിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന വസ്തുത അവര് സൗകര്യപൂർവ്വം അങ്ങ് മറക്കുകയാണ്. അപ്പോ ഏത് സാമൂഹ്യ രാഷ്ട്രീയ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളും അങ്ങനെ മാത്രമേ സമൂഹത്തിൽ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബ്രിട്ടന്റെ ഒരു നിയമവാഴ്ച ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിരുന്ന ആളുകളും ഉണ്ടായിരുന്നു.
അതിനെ തച്ചുടക്കാതെ ഇവിടെ ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ കൊണ്ടുവരിക സാധ്യമല്ല. ഇത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയവർക്കൊക്കെ അറിയാം. പക്ഷെ അന്നും നിയമവാഴ്ച തകിടം മറിക്കപ്പെടുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തിരുന്ന ആളുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് വസ്തുത. കാരണം അതിന്റെ ഗുണം പറ്റിക്കൊണ്ട് കഴിഞ്ഞിരുന്ന ആളുകളാണ് അവർ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ പല വിധത്തിലുള്ള സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരോട് അരികു പറ്റി നിന്നുകൊണ്ട് പോന്നിരുന്ന ആളുകൾ അതിനെ നിയമവാഴ്ചയെ തകർക്കലായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് ഏറ്റവും കിരാതമായ, ഏറ്റവും ദ്രോഹകരമായ ഒരു സംവിധാനമായിരുന്നു എന്നതാണ് വസ്തുത. അപ്പൊ ഇവിടെ ഫിറഔൻ തന്നെ പിന്തുണച്ച് നിൽക്കുന്ന ആ രാജസദസ്സിനോടായിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്നെ വിടൂ, ഞാൻ മൂസായെ കൊന്നുകളയട്ടെ, അവൻ വേണമെങ്കിൽ അവന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഇനി അഖാഫു അൻ യുബദ്ദില ദീനക്കും, അവനെ വെറുതെ അങ്ങ് വിട്ടാൽ നിങ്ങളുടെ ദീനിനെയൊക്കെ അവൻ തകിടം മറിച്ച് കളയും. അതല്ലെങ്കിൽ അൻ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്, നാട്ടില് വലിയ കുഴപ്പവും അരാജകത്വവും ഒക്കെ അവൻ ഉണ്ടാക്കി എന്നും വരും. ഇതാണ് ഞാൻ ഭയപ്പെടുന്നത്. അത് നിങ്ങൾക്കാണ് അതിന്റെ കുഴപ്പം, എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഞാനത് വല്ലാതെ ഒന്നും എന്നെ ഏശാതെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്ക് പറ്റിയെന്ന് വരും. പക്ഷെ നിങ്ങളുടെ കാര്യം എന്താകും എന്ന ആശങ്കയാണ് ഇവിടെ ഫിറഔൻ പ്രകടിപ്പിക്കുന്നത്. അപ്പോ മൂസ അലൈഹി ഇസ്ലാം ഈ കാര്യം നേരിട്ട് കേൾക്കാനോ മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിയാനോ സാധിച്ച വിധത്തിലാണ് ഒരു പ്രതികരണം നൽകുന്നതായിട്ട് ഖുർആൻ ഇവിടെ തുടർന്ന് പറയുന്നത്. വഖാല മൂസ അലൈഹി ഇസ്ലാം പറയുകയാണ്, ഇന്നി ഉത്തു ബി റബ്ബി വ റബ്ബിക്കും, ഞാൻ നിങ്ങളുടെയും എന്റെയും റബ്ബിൽ ശരണം തേടുകയാണ്. ഇവിടെ വലിയൊരു മുത്തക്കബ്ബിർ എനിക്ക് എതിരിൽ, നിങ്ങൾക്കും എതിരിൽ രംഗത്ത് വന്നിരിക്കുകയാണല്ലോ. എന്നെ കൊന്നുകളയണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാനാണ് ഇവിടെ അരാജകത്വം ഉണ്ടാക്കുന്നത്, കുഴപ്പമുണ്ടാക്കുന്നത് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വെല്ലുവിളിയാകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരണം അർഹിക്കുന്നു എന്ന് വിധി പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിതാ അഭയം തേടുന്നു. ആരിലാണ്? ബി റബ്ബി വ റബ്ബിക്കും, എന്റെ റബ്ബില്, അതേപോലെ നിങ്ങളുടെ റബ്ബില്. നിങ്ങളുടെയും എന്റെയും റബ്ബ്, ഈ രണ്ട് റബ്ബും ഒന്ന് തന്നെയാണ്. നിങ്ങൾക്കൊരു റബ്ബ് വേറെയും എനിക്കൊരു റബ്ബ് വേറെയും അല്ല. നിങ്ങളുടെയും എന്റെയും റബ്ബിൽ ഞാൻ ശരണം തേടുന്നു. മിൻ കുല്ലി മുതകബ്ബിരിൻ, ഈ കടുത്ത ധിക്കാരിയിൽ നിന്ന്, കടുത്ത കിബർ കാണിക്കുന്ന ഈ അഹങ്കാരിയിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്, വിചാരണയുടെ നാളിൽ വിശ്വാസമില്ലാത്തവനായ ഈ മുതകബ്ബിർ. ഫിറൗനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണിത്. പാരത്രിക ജീവിതത്തില്, മരണാനന്തര ജീവിതത്തില്, അല്ലെങ്കിൽ വിചാരണയുടെ നാളില് വിശ്വാസമുള്ളവനായിരുന്നുവെങ്കിൽ താൻ ചെയ്യുന്ന ഓരോ കാര്യവും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിക്കൊണ്ട് ദൈവിക മാർഗദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അയാൾ പ്രവർത്തിക്കുക. പക്ഷെ ഇപ്പോ അയാൾ കാണിക്കുന്ന സ്വേച്ഛാധിപത്യം ഉണ്ടല്ലോ, ഞാനിവിടെ ഭീഷണിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കുന്ന ഞാനാണ് നാട്ടിന് വലിയ ഭീഷണി, വെല്ലുവിളി, ഇവിടെ നിയമരാഹിത്യം ഉണ്ടാക്കുന്ന, അരാജകത്വവും കുഴപ്പവും ഉണ്ടാക്കുന്നവൻ എന്ന് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഇയാള്. ഇയാൾക്ക് അതിന് മാനദണ്ഡമൊന്നും ആവശ്യമില്ല. അയാൾക്ക് ശരിയാണോ തെറ്റാണോ താൻ പറയുന്നത് എന്നതിന് ഒരു ന്യായാധിപൻ തീരുമാനം എടുക്കുകയൊന്നും വേണ്ടതില്ല. അയാൾക്ക് ഞാൻ ഭീഷണിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭീഷണിയാണ്, ഞാൻ വധശിക്ഷ അർഹിക്കുന്നു എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വധശിക്ഷ അർഹിക്കുന്നവനാണ്. ഈ വിധത്തിലാണ് അയാൾ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുവൻ എന്താണ് അയാളുടെ മനോഘടന? ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്, കണക്ക് പരിശോധിക്കുന്ന, വിചാരണ നിർവഹിക്കപ്പെടുന്ന ഒരു നാള് വരാനുണ്ട് എന്ന കാര്യത്തിൽ വിശ്വാസമില്ലാത്ത മുതകബ്ബിറാണ് അയാൾ.
അങ്ങനെയുള്ള ഒരു മുതക്കബ്ബിറിന്റെ അക്രമങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ എന്ന് വെച്ചാൽ എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നാണ് മൂസ അലൈഹിസ്സലാം ആ ഘട്ടത്തിൽ പറയുന്നത്. കൊന്നുകളയും ഞാൻ അവനെ, നിങ്ങൾ എന്നെ പിടിച്ചു വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു അതിഭീകരനായ ഭരണാധികാരിയുടെ വാക്കുകൾ കേട്ട് മൂസ അലൈഹി ഇസ്ലാമിന് ചാഞ്ചല്യം ഒന്നും ഉണ്ടായിട്ടില്ല. ആ കാലം പിന്നിട്ട് കഴിഞ്ഞു. മൂസ അലൈഹി ഇസ്ലാം ധൈര്യം സംഭരിച്ചു, അള്ളാഹുവിലുള്ള ഈമാനിലൂടെ കരുത്ത് നേടി. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്, അവൻ എന്താന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ, ഞാൻ എന്റെ റബ്ബില്, നിങ്ങളുടെ റബ്ബില് ശരണം തേടുകയാണ്. ആരിൽ നിന്നാണ്? മുതകബ്ബിറായ, കണക്ക് പരിശോധിക്കുന്ന, വിചാരണ നടത്തപ്പെടുന്ന ഒരു നാള് വരാനുണ്ട് എന്ന വിശ്വാസമില്ലാത്ത ഈ ധിക്കാരിയായ ഭരണാധികാരിയിൽ നിന്ന് ഞാൻ എന്റെയും നിങ്ങളുടെയും റബ്ബിൽ അഭയം തേടുന്നു എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. മുട്ടുവിറച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭയപ്പെട്ട് വീണ് ധൈര്യം ചോർന്നു പോയി, അതുപോലെ ഒരു ഭീരുവായിക്കൊണ്ടല്ല മൂസ അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത്. മറിച്ച് നല്ല ധൈര്യത്തോടെ, നല്ല ചങ്കുറപ്പോടെ നിലക്കൊണ്ടുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹു ഉണ്ടല്ലോ, അവനെ ഏൽപ്പിക്കുകയാണ്. അവനിലാണ് ഞാൻ ശരണം തേടുന്നത്. ഇപ്പുറത്തുള്ളത് മുതകബ്ബിറാണ്, അതറിയാത്തത് കൊണ്ടല്ല. ഇപ്പുറത്തുള്ളത് യൗമുൽ ഹിസാബില് വിശ്വാസമില്ലാത്തവനാണ്, അതും അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ഞാൻ എന്റെ റബ്ബില് പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവനിൽ ശരണം തേടുകയാണ് എന്നാണ് മൂസ അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്. ഒരുപക്ഷെ ഫിറഔന്റെ വാക്കുകൾ നേരിട്ട് കേട്ടിട്ടുള്ള പ്രതികരണമാവാം. അതല്ലെങ്കിൽ ഫിറഔൻ ഇങ്ങനെ പ്രഖ്യാപിച്ച കാര്യം മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ മൂസ അലൈഹി ഇസ്ലാം നടത്തിയ പ്രതികരണമാവാം. രണ്ടിനും സാധ്യതയുണ്ട്. അള്ളാഹു അത്തരം സംഗതികളൊക്കെ നമ്മുടെ ഭാവനയിൽ കാണുവാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്, വിശദാംശങ്ങൾ നൽകാതെ. വിശുദ്ധ ഖുർആന്റെ ഒരു ശൈലീപരമായ ഒരു പ്രത്യേകത കൂടിയാണ്. മനുഷ്യന്റെ ഈ ഭാവന സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലുള്ള റീഡർ ഇൻവോൾവ്മെന്റ് അതിന്റെ ഏറ്റവും കൂടിയ അളവില് ഉണ്ടാവണം എന്ന് നിർബന്ധിക്കുന്ന വിധത്തിലുള്ള ഒരു രചനാ ശൈലിയാണ് വിശുദ്ധ ഖുർആൻ പിന്തുടരുന്നത് എന്നത് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 26, 27 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.